ഭൂലോക വൈകുണ്ഠ ഭൂലോക നോക്കി പിടിക്കുമോനെ ഭൂലോക കായുടെ ഒരു മൃഗമാണോ അത്? ഒരു ചുരുപ്പ്. അല്ല കുഞ്ഞമ്മ. ഭൂലോക ഭൂലോക തോൽവിയാണല്ലേ. ഞാൻ ഇപ്പഴായോണ്ടല്ലേ ഈ പാട്ട്. ഇത്രയും വലിയ പാട്ടുകളൊക്കെ തുടക്കത്തിൽ പഠിക്കാൻ പാടല്ലേ. പിന്നെ ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് എന്തെങ്കിലും സിനിമയിലെ പാട്ടുകളൊക്കെ ഉള്ള ക്ലാസിക്കലൊക്കെ ആയിരുന്നെങ്കിൽ. സുമുഹൂർത്തമാ സ്വസ്തി 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 സുമുഹൂർത്തമാ സുസുക്കി 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 അല്ലടാ, ബജാജിന്റെ ഓട്ടോ. സ്വസ്തി സ്വസ്തി. അത് സുസുക്കി പണ്ട് വർഷാപ്പിൽ പോയതുകൊണ്ട്. 10ാം ക്ലാസ്സിൽ തോറ്റവനൊക്കെ വർഷാപ്പിൽ പറഞ്ഞു വിടാതെ സംഗീതം പഠിപ്പിക്കാൻ പറ്റുള്ള കുഴപ്പം ഇതൊക്കെയാണ്. നമുക്കൊന്ന് വിസ്തരിക്കാം. ഞാനിപ്പോ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഗുരുവിന്റെ അത്ര കൊണ്ട് മാഷ് എനിക്ക് മാഷിന്റെ മോഹം കാണും. ചിരി. എണീക്കടാ, എണീക്ക്. ഞാൻ ഫീസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇരിക്കടാ, ഇരിക്ക്. ഫീസ് കയ്യോടങ്ങ് പിടിച്ചോ. പിന്നെ ആകുമ്പോഴത്തേക്ക് നവരാത്രിയല്ലേ. ഫീസ് മാത്രമല്ല, നവരാത്രിയായിട്ട് എന്റെ ഗുരുവിന് ഞാൻ വേറൊരു ഗുരുദക്ഷിണയും കൂടെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്തായാലും നവരാത്രിയല്ലേ, എന്റെ വക ഒരു ചെറിയ സമ്മാനം. നവരാത്രി അല്ലടാ, വാലന്റൈൻസ് ഡേ ഒന്നല്ലേ? അല്ലല്ല. സന്തോഷം. എനിക്കൊന്നും പഠിപ്പിച്ചു തന്നാൽ മതി. എനിക്ക് സംഗീതം അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് വരില്ലല്ലോ. എന്തു ഇതിന് കരയുന്ന? ഞാനൊരു പാപിയാണി. അയ്യോ, അതെന്ത് പറ്റി? സംഗീതത്തിന്റെ 7 അയലത്ത് പോലും പോകാത്തവനെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ വല്ലാത്ത അവസ്ഥയല്ല. അവൻ ഒരിക്കലും ഒരു പാട്ടുകാരനാവില്ല എന്ന സത്യം അവൻ അറിയില്ലല്ലോ. അത് നിങ്ങൾക്ക് എന്താ വേണം? അവൻ 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഫീസ് തരുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. സമ്മാനം തന്ന്. പക്ഷെ എന്റെ മനസ്സിൽ കിടന്ന് തിളക്കിയത് എന്തോന്ന്? എനിക്ക് ആ സത്യം അവനോട് പറയണം. നിങ്ങൾക്ക് എന്തിന്റെ ഗുരുവാ മനുഷ്യ? അവൻ ഇങ്ങനെ നോക്കുന്നുള്ളത് കൊണ്ടാണ് ഞാനും എന്റെ മോളും ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ലയോ? ഇല്ല കാദംബരി, എനിക്കത് പറയണം. മോനെ മോനെ വാടാ. എനിക്കത് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ പറയരുത്. സംഗീതം എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടില്ല. മാഷൊക്കെ സംഗീതത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്ന ഒരു വലിയ ആളാണ്. പക്ഷെ എനിക്ക് സംഗീതം ഇങ്ങനെ നോക്കി കണ്ടാലും മതി. എന്റെ മക്കളെ, നീ ഇതൊന്നും കേട്ടിട്ട് ഒന്നും പേടിക്കണ്ട. നീ 2-3 പ്രാവശ്യം ഫീസ് തരികയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളും തന്ന് നീ എത്ര കാലം വേണേലും വന്ന് പഠിച്ചോ കേട്ടോ. എത്ര കാലം വേണേലും എനിക്ക് അതാണ് സംഗീതം അത്ര ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് എന്റെ ജീവനുള്ള കാലം വരെ എനിക്ക് ആ സംഗീതം. നിന്റെ മൃദംഗം എടുത്തോളൂ. നിന്റെ മൃദംഗം എന്തേ? അയ്യോ, ആ മൃദംഗം പോയി. അത് അതിന്റെ തോല് കൊള്ളത്തില്ല. ചോറ് പോയതിന്റെ പേര് ഞാൻ അത് കളഞ്ഞു. ചോറ് പോയതിന്റെ പേരിൽ മൃദംഗം ഉപേക്ഷിച്ചോ? അതിന് പുതിയത് മേടിക്കാന്ന്. അല്ല, പുതിയൊരു സാധനം മേടിക്കാം. ഒരിക്കലും പാടില്ല. നമ്മള് പഴയ വസ്തുക്കൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ല, ഞാൻ നമ്മൾ റീയൂസ് ചെയ്യണം. നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചോണ്ടിരിക്കണം മോനെ. അല്ല, ഞാനിങ്ങനെ ചില സാധനങ്ങൾ അങ്ങനെ ചെയ്യണം. നമ്മളിപ്പോ ഒരു കുപ്പി വെള്ളം മേടിക്കുന്നു, ആ വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് കുപ്പി കളയോ? ആ കുപ്പി വെച്ചാൽ വീണ്ടും ഉപയോഗമില്ലേ നമുക്ക്? അത് മുറിച്ച് പറ്റിയിട്ട് ഫ്ലവർ വൈസ് ആയിട്ട് ഉപയോഗിച്ചൂടെ? നീ മാവ് കണ്ടോടാ?
ഈ മാവ് എങ്ങനെ ഉണ്ടായെന്നറിയോ? എങ്ങനെയുണ്ട്? കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും ഞാനും കൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോ അച്ഛൻ എനിക്കൊരു മാങ്ങ വടുത്തുന്നു. ആ മാങ്ങ കഴിച്ചിട്ട് മാങ്ങാണ്ടി ഞാൻ കൊണ്ട് കുഴിച്ചിട്ടായത്. നോക്ക്, അത് വേസ്റ്റ് ആയില്ല, യൂസ്ഫുൾ ആണത്. അല്ല, മാഷ് ഒന്നും ഉപേക്ഷിക്കാത്തതുകൊണ്ടാണോ മാഷിന്റെ ആദ്യത്തെ ഭാര്യ ഉപേക്ഷിച്ചത്? എടാ, മനുഷ്യന് വേണ്ട സമാധാന സ്വസ്ഥതയാണ്. അത് കഷ്ടപ്പെട്ട് ആരാരും ഉപേക്ഷിക്കും. അവൻ ഉപേക്ഷിച്ചിട്ട് പോയി. ആരും ഉപേക്ഷിച്ചു? അവള്. മനുഷ്യ, ഇനി ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുമോ? നീ സഹിക്ക് കുറച്ചാള്. എന്റെ ദൈവമേ. അവരുണ്ടോ അവിടെ? എടാ ആനക്കള, നീ ഇന്ന് എന്റെ അച്ഛന് മോതിരം കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ? ആര് പറഞ്ഞു അച്ഛന് കൊടുത്തിയാന്ന്? പിന്നെ എന്റെ ഈ സംഗീതയ്ക്ക് തന്നെയല്ലേ? എനിക്കറിയാം, അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ നേരെ നിനക്ക് തരും, നീ അത് എനിക്ക് തരും, ഞാൻ വീണ്ടും കൊണ്ടത് പണയം വെക്കും, വീണ്ടും നിന്റെ അച്ഛന് ഫീസ് കൊടുക്കും. ഇങ്ങനെ എന്റെ അച്ഛനെ എത്ര നാള് പറ്റിക്കാൻ പറ്റും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനഃപൂർവ്വം പറ്റിക്കുന്ന എങ്ങനെയാണോ കുഞ്ഞത്? നീ ഒന്ന് മനസ്സിലാക്കണം, ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കണക്കുള്ള നിന്നെ കാണാൻ എനിക്ക് വേറെ ഒരു വഴിയില്ല. നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാട്ട് പഠിക്കാൻ വന്നെങ്കിലല്ലേ ഉള്ളൂ എനിക്ക് നിന്നെ കാണാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരി, എന്തായാലും നീ കൊണ്ടുവന്ന മോതിരല്ലേ, നീ തന്നെ എനിക്ക് ഇട്ടുതാ. നീ തന്നെ എനിക്ക് ഇട്ടു തരാൻ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ അച്ഛനൊരു അരിഞ്ഞാണം മേടിച്ചു കൊടുത്തേ. അയ്യടാ, കൊള്ളാലോ. മോതിരമൊക്കെ ഇട്ട് ഇപ്പൊ എന്തായാലും ഹാപ്പി ആയല്ലേ? ഇല്ലടാ, ഞാൻ ഭയങ്കര ടെൻഷനില്ല. എന്ത് ടെൻഷൻ? അച്ഛൻ കല്യാണം ആലോചിച്ചു തുടങ്ങി. വേറെ ആരുമല്ല, എന്റെ അമ്മാവന്റെ മോനെ തന്നെയാ, സ്വരസാഗർ. അവനാണെങ്കിൽ മുടിഞ്ഞ പാട്ടുകാരന്. അതുകൊണ്ട് ഉറപ്പായിട്ട് അച്ഛൻ അവനെ കൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിപ്പിക്കും. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ എന്തിനാ പാട്ട് പഠിക്കുന്നത്? അവൻ നിന്നെ പോലല്ല, അവൻ സ്കൂളിൽ പാട്ടുപാടിയ ട്രോഫി വരെ മേടിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പാട്ട് പാടി TC വരെ മേടിച്ചിട്ടുണ്ട്, അറിയോ? ഇനി എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോ അപ്പം കൊണ്ടിരിക്കാം. എടി ഞാൻ പറയട്ടെ, ഈ സ്വരസാഗറല്ല അവന്റെ അപ്പം വിചാരിച്ചാലും നിന്റെ കഴുത്ത് ഞാൻ തന്നെ താലി കെട്ടും, ഉറപ്പാ. സത്യം? 100% സത്യം. നീ അവനെ ഓർത്ത് പേടിക്കണ്ട, നീ ഏതോ വന്നാലും ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വരുന്നത്? മോളെ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ ആകെപ്പാണ് എനിക്ക് വയ്യ. ഞാൻ ഒരുപാട് നാളിന് ചേട്ടൻ കാണുകയാണ്, പക്ഷെ അന്നത്തെ പോലല്ല കേട്ടോ. നീ അങ്ങ് കൊഴു. അറിവൻ അച്ഛന്റെ ശിഷ്യനാ. അത് ശരി. പരസ്യമായിട്ടൊരു പെണ്ണിനൊക്കെ അങ്ങനെ അടിക്കുന്നത് മോശമല്ലേ? അവിടെ ഇരിക്കട്ടെ, പാട്ടുകാരനാണല്ലേ? പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. നമുക്കൊന്ന് കൊമ്പ് കോർത്താലോ? കൊമ്പോർക്ക നീന്ത കാട്ടുപോത്തോ? മനസ്സിലാ കളിയാക്കണം. അല്ല പിന്നെ ആവശ്യമില്ലാത്ത ഓരോ വർത്താനങ്ങൾ. ഇതെന്താ ഫ്ലാസ്കിനകത്ത്? ഇതിനകത്ത് ചുക്കുവെള്ളം. ദാസേട്ടനും ഇത് തന്നെയാണ് കുടിക്കുന്നത്. അയ്യോ, ഇത് നീ എടുത്തോണ്ട് വന്ന ദാസേട്ടൻ കുടിക്കാൻ പറ്റുമ്പോ എന്ത് ചെയ്യും? പിന്നെ ദാസേട്ടൻ ഇതിനകത്ത് ഒഴിച്ച് കുടിക്കുന്നല്ല പറഞ്ഞത്, ദാസേട്ടനും ചുക്കുവെള്ളം തന്നെയാണ് കുടിക്കുന്നത്. എന്താണ് ഞാൻ നല്ല വേഷം കേട്ടോ, നല്ല ചേർച്ചയുണ്ട്. ദാസേട്ടനും ഇത് തന്നെയാണ് ഇടുന്നത്. പാട്ടുകാരനാണെന്ന് അറിയിക്കാനാണ് ഇതൊക്കെ. നീ വലിയ ആണെന്ന് വേണ്ട, ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞ സാധനം എന്ന് അറിയാം. ഹലോ സുഹൃത്തെ, ഞാൻ വലിയ പാട്ടുകാരനല്ലെങ്കിൽ അത്യാവശ്യം പാട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാനും. അല്ല, സാധനം ഞാൻ ഇട്ട് തരാം. ഞാൻ ഇതേത് രാഗമെന്നറിയോ? ഇത് രാഗമല്ലേ, ഏതോ തൊക്കിന്റെ രോഗവും കണ്ടോ? ഇപ്പൊ ഞാൻ പാടിയ രാഗം നിനക്ക് വല്ല പിടുത്തോണ്ടോ? നിനക്ക് ഇയാളടുത്ത് മത്സരിക്കാനൊന്നും അല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ ഇവിടെ പാട്ട് പഠിച്ചോണ്ടിരിക്കുന്നത്. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിന്റെ കീഴിൽ നിന്നു. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിന്റെ കീഴിൽ നിന്നു. നീ അത് എന്റെ കീഴിൽ അങ്ങോട്ട് മാറി. വലിയ ചല്യം. നീ എന്റെ കീഴിൽ നിന്ന് മാറിയിരിക്കും. ഞാൻ ഇവിടെ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്നത്. ഞാൻ നിന്നെ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഫീസ് കൊടുത്ത് പഠിക്കുന്ന കാര്യമില്ല. ഞാൻ സ്വന്തം പെങ്ങടെ മോനെ. പെങ്ങടെ മോനാണെങ്കിൽ കൈ വെച്ചിരുന്നാ മതി. അല്ല ഇവനെ അങ്ങനെ അങ്ങനെ വിട്ടാ വെളിയിലിട്ട് ഞാൻ പെട്ടു. ഇവന്റെ പരിപാടിക്ക് ഞാൻ കാണും.
ആ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം. ദൈവമേ. കണ്ടോ, അതാണ് ഞാൻ അമ്മാന് കൊടുക്കുന്ന ബഹുമാനം. കാരണം അമ്മ മാത്രമല്ല എൻ്റെ ഗുരുവാണ്. പിന്നെ എനിക്കൊരു ചെറിയ കയ്യപ്പത്തം പറ്റി. അമ്മാനൊരു സമ്മാനം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉത്സവപ്പറമ്പ് പോയപ്പോൾ എനിക്ക് മേടിച്ചു തന്നില്ലായിരുന്നു. അത് പൊട്ടി. മനസ്സിലായല്ലേ? അതായത് കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച ഞങ്ങൾ അമ്മാന്റെ കൂടെ ഞാൻ കച്ചേരിക്ക് പോയപ്പം അമ്മാവൻ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്നൊരു മത്തങ്ങാ ബലൂൺ എനിക്ക് മേടിച്ചു തന്നത് സമ്മാനം. പക്ഷെ അത് പൊട്ടിയെങ്കിലും ഞാനത് വേസ്റ്റ് ആക്കിയില്ല. ആ സാധനം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. അതാണ് ഞാൻ സാധനം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അല്ല ഇതുകൊണ്ടത്തെ പ്രയോജനം ഇതാണ് വേണ്ട, ഇതാണ് നീ കണ്ടു പഠിക്കേണ്ടത്. ഇങ്ങനെ വേണം. ഒരു വസ്തുവിനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മള് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കണം. മാക്സിമം യൂട്ടിലൈസേഷൻ. കേട്ടിട്ടില്ലേ? അല്ല അച്ഛാ, ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് പറ. ഇത് മോർച്ചക്കിന് വേറെ ഉപയോഗിക്കാം നമുക്കിനി. പിള്ളേരെ കളിപ്പിച്ചു. ഒരു വസ്തുവും പാഴാക്കാൻ പാടില്ല മോനെ. ഞാൻ എപ്പോഴും നിന്നോട് പറയുന്ന ഇതാണ്. ഇതൊക്കെ നീ കണ്ട് പഠിക്കണം. അല്ല ഞാൻ ഇപ്പൊ വാക്ക് തരുന്നു. ഇനി എന്തൊരു വസ്തു കിട്ടിയാലും അത് ഞാൻ ഉപയോഗിച്ചിരിക്കും. ഉപയോഗിച്ചിരിക്കും. നഷ്ടപ്പെടുത്തരുത്. ഇത് ഗുരുവിന് തരുന്ന വാക്കാ. അച്ഛാ, എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോവാൻ സമയമായി. അതെ അച്ഛാ, ഇന്ന് ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. എനിക്കൊരു 500 രൂപ തരൂ. ഓ, ഇത് 2000 ആണല്ലോ ചില്ലറ ഇപ്പൊ. അയ്യോ ഇല്ല, ഞാൻ ആ വക്കീൽ പൈസ കിട്ടി കൊടുത്തു കാണത്തില്ല കേട്ടോ വക്കീൽ. നീ പോകുമ്പോ ഒരു കാര്യം ചെയ്യ്. ഇത് മാറിട്ട് ഒരു 500 രൂപ കൊടുത്തരാ. ബാക്കി പൈസ തിരിച്ചുകൊണ്ടതായി. ശരി, അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി തകർത്തു എന്ന് വെച്ചാൽ തകർപ്പണം ഞാൻ. എനിക്കറിയാം. ഞങ്ങള് ഇന്നത്തെ പ്രോഗ്രാമിന്റെ അമ്പലത്തിൽ നിന്ന് വരികയാണേ. അപ്പൊ വൈകുന്നേരമാണ് പ്രോഗ്രാം. പക്ഷെ എന്തിനാണ് സാഹചര്യം പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത്? മോനെ ഇങ്ങോട്ട് മാറി നിൽക്കും. ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നവരാത്രി ആണല്ലോ. അപ്പൊ ഇന്ന് എനിക്ക് 2 പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാം നേരത്തെ ഒരു അഡ്വാൻസും കാര്യങ്ങളും തന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞ ഇപ്പൊ എങ്ങനെയാ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കണം, എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. നവരാത്രി ആയിട്ട് എനിക്ക് പകരം എന്റെ മരുമകനായ ഇദ്ദേഹം അവിടെ ഒന്ന് പ്രസന്റ് ചെയ്യും. എന്റെ ഭാഗവതരെ, നിങ്ങളുടെ ഒരു കച്ചേരി കേൾക്കാനാ ജനങ്ങൾക്ക് ഇഷ്ടം. എന്നെക്കാൾ മികച്ച ഗായകനാണവൻ. ആണോ? സ്വരസാഗർ. ചേട്ടാ മനസ്സിലായില്ലേ? ഇല്ല, നമ്മൾ അമ്പലത്തിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രോഗ്രാമിന് വന്നില്ലേ സ്വരസാഗർ എന്ന് പറയുന്നത്? ആ വ്യക്തിയാ നമ്മൾ 1 മണിക്കൂറത്തെ പ്രോഗ്രാമിൽ ബുക്ക് ചെയ്തത്. ഈ പുള്ളി 2 മണിക്കൂർ പാടി. ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. പ്രതിഭ സ്വരസാഗർ. എങ്ങനെയാ 1 മണിക്കൂറത്തെ പ്രോഗ്രാം 2 മണിക്കൂർ ആയത്? നീ ആദ്യം പാടിയ പാട്ടുകാരെ തെറ്റില്ലടാ. അത് നിന്നെ കൊണ്ട് ശരിയാക്കാൻ വേണ്ടി 40 തവണ പഠിപ്പിച്ചവനാടാ 2 മണിക്കൂർ ആയത്. ഞാൻ ഒരു കാര്യം പറട്ടെ. ഒന്നെങ്കിൽ അവിടെ പറയുന്ന ആൾക്കാർക്ക് വിവരം വേണം, അല്ലെ പാടുന്ന എനിക്ക് വിവരം വേണം. ഇത് 2 വിലാത്ത ഞാൻ തീർത്തു. നീ ഇവൻ പാടിയത് കാരണം ആൾക്കാർ മൊത്തം തക്കാളിയും ആ ചീഞ്ഞ മുട്ട എല്ലാം വാരി എറിഞ്ഞ് നിന്റെ മോദം വാരിച്ചല്ലടാ എടുത്തതല്ല. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടെ. അവർ അത്രയും ചീമുട്ടയും തക്കാളി എന്നെ വലിച്ചെറിഞ്ഞു. ഞാൻ കമാന്നൊരു അക്ഷരം മിണ്ടിയാ ഞാൻ. എങ്ങനെ മിണ്ടും? 2 തക്കാളി നിന്റെ വായിക്കാതിരിക്കല്ലായിരുന്നാ? എങ്ങനെ മിണ്ടു നീ? ഇതെന്തോ മീ പറയും? അല്ല, അത് ഒരു കാര്യം 5 വർഷത്തിന് മുമ്പുള്ള കഥയാണല്ലോ ഈ പറഞ്ഞത്. ഇപ്പോൾ അവൻ ഒരുപാട് സാധകം ചെയ്ത് നന്നായിട്ടുണ്ടല്ലേ മോനെ? നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ ഇന്ന് വരാന്ന്. ഇന്ന് ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം. ഇന്ന് ഞാൻ ആ സ്റ്റേജിൽ പാടിയാൽ ഒരാൾ പോലും ചീഞ്ഞ മുട്ടയോ ചീഞ്ഞ തക്കാളിയോ എന്നെ എറിയില്ല. അത് സ്വരസാഗറിന്റെ വാക്കാണ്. ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്? അത് ചെയ്യില്ല. അത് ഞാൻ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരു 500 രൂപ മുദ്രപത്രം കൊണ്ടുപോയി ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ തരാം. നിനക്ക് ഇത്ര ഉറപ്പോ? അല്ല, അത്ര ഉറപ്പായിട്ടല്ല മാമ. അതായത് ഈ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മലക്കറി കടയിൽ നിന്നും നോക്ക് ചീഞ്ഞ തക്കാളി ചീഞ്ഞ ചീമുട്ടയും മേടിച്ച് കീറ്റിനകത്താക്കി കൊണ്ടുവന്നിരിക്കുക ഞാൻ. ഇനി ഇവന്മാരിത് എവിടെ നിർത്തിട്ട് എനിക്കിട്ട് അറിയുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നു ഭാഗവതരെ, ദയവ് ചെയ്ത് നിങ്ങൾക്ക് പാടാൻ വരാൻ പറ്റില്ല, നമുക്ക് മനസ്സിലായി, നമ്മൾ സഹിച്ചു. പക്ഷേ യവന് അങ്ങോട്ട് പാടാൻ വിടരുത്. ഞങ്ങളൊരു അഡ്വാൻസ് തന്നിട്ടുണ്ടല്ലോ, അതൊരു ദക്ഷിണാറ്റ് അങ്ങ് എടുക്കുക. ദയവ് ചെയ്ത് യവൻ അങ്ങോട്ട് വിടണ്ട. ശരി, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. സന്തോഷം. അയ്യോ, നിന്നെ പരിസരത്ത് കണ്ടോ? അല്ല, അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർക്കല്ലോ, ആർക്കും വേണ്ടല്ലോ നിന്നെ. അതാണ് വിഷയം. പക്ഷെ എന്നാലും സംഗീതം ഞാൻ കൈവിടത്തില്ല. അമ്മാവാ കയറി പോലെ അങ്ങോട്ട് പോയിക്കേ. അമ്മ അച്ഛാ
എന്താടാ ഈ കാണിച്ചത് നീ? ഏ? എന്താടാ നീ കാണിച്ചത്? മാഷ് എപ്പോഴും പറയാറില്ലേ ഞാൻ എന്ത് കിട്ടിയാലും വേസ്റ്റ് ആക്കുമെന്ന്. ഞാൻ 2000 രൂപ ചില്ലറ മാറാൻ എല്ലാ കടയിലും കയറി ഇറങ്ങി നടന്ന് എങ്ങൊന്നും ചില്ലറ കിട്ടിയില്ല. അവസാനം ഒരു പൂക്കടയിൽ ചെന്നപ്പോ അവര് പറഞ്ഞ് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ ചില്ലറ തരാന്ന്. അങ്ങനെ ഞാൻ 2 മാല മേടിച്ച് ഇനി അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി ഇത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടൊരു അമ്പലത്തിൽ കയറി അങ്ങ് ഇട്ട്. ഇനി പറ, ഞാൻ ഈ മാല വേസ്റ്റ് ആക്കിയില്ലല്ലോ. നീ മാല വേസ്റ്റ് ആക്കിയില്ല, പക്ഷെ എന്റെ മോളുടെ ജീവിതം നീ വേസ്റ്റ് ആക്കിയടാ ദുഷ്ട. എന്റെയും